സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദമാം വിമാനത്താവളത്തിൽ നിന്നും ജുബൈലിലേക്കുള്ള റോഡ് യാത്രക്കാർക്കായി വീണ്ടും തുറന്നു. അറ്റകുറ്റപ്പണികൾക്കായി 2 മാസത്തിലേറെയായി റോഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ജുബൈലിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകാനായി ദൈർഘ്യമുള്ള മറ്റ് റോഡുകളെയാണ് ആശ്രയിച്ചിരുന്നത്. വളരെയധികം സമയം കൂടുതലെടുത്താണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നതും. വളരെ നേരത്തെ ഇറങ്ങേണ്ടതിന് പുറമെ അധിക ടാക്സി നിരക്കും നൽകേണ്ടി വന്നിരുന്നു. അതോടൊപ്പം വിമാനത്താവളത്തിനോടനുബന്ധിച്ച് താൽക്കാലികമായി പാർക്ക് ചെയ്യുന്നവർക്ക് 1 മണിക്കൂർ വരെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. US ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സൊല്യൂഷൻ പ്രൊവൈഡറായ ലൂപ്പ് ഗ്ലോബൽ അടുത്ത വർഷത്തോടെ UAയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള 1000 ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. UAയുടെ EV ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി കാലിഫോർണിയ ആസ്ഥാനമായുള്ള കമ്പനിയുടെ പ്രാദേശിക ആസ്ഥാനം അബുദാബിയിൽ തുറന്നു. സുസ്ഥിര ഗതാഗത പരിഹാരങ്ങൾക്കായുള്ള UAയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുകയും അതിന്റെ ശുദ്ധമായ ഊർജ്ജ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാവുകയാണ് ലൂപ്പ് ഗ്ലോബൽ എന്ന് കമ്പനി പ്രസിഡന്റും സഹസ്ഥാപകനുമായ സാക് മാർട്ടിൻ അറിയിച്ചു. താമസസ്ഥലം, ജോലിസ്ഥലം, പൊതുസ്ഥലങ്ങൾ എന്നിവയ്ക്കായി ഹൈടെക് ലെവൽ 2 DC ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനങ്ങളാണ് കമ്പനി സ്ഥാപിക്കുന്നത്. അതിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫ്ലെക്സ് ഇൻഫിനിറ്റി സംവിധാനങ്ങൾ യാത്രാവാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും അനുയോജ്യമാണ്. ഈ സംവിധാനങ്ങൾ അതിവേഗ ചാർജിംഗ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു. UAE സർക്കാർ രാജ്യത്തെ വിസ നിയമ ലംഘകർക്കായി നേരത്തെ പ്രഖ്യാപിച്ച 2 മാസത്തെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകളും നിർദ്ദേശങ്ങളും പുറത്തുവിട്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ബോർഡ് സെക്യൂരിറ്റി. UAയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഒന്നുകിൽ പുതിയ വിസയിലേക്ക് മാറി തങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്താനോ അല്ലെങ്കിൽ പിഴയടക്കാതെ രാജ്യം വിടാനോ ഉള്ള അവസരമാണ് സെപ്റ്റംബർ 1 ഞായറാഴ്ച ആരംഭിക്കുന്ന 2 മാസത്തെ UAE വിസ പൊതുമാപ്പ് പ്രോഗ്രാം. വിസ കാലാവധി കഴിഞ്ഞുള്ള അധിക താമസത്തിന് പിഴയോ രാജ്യത്ത് നിന്നും പുറത്തു കടക്കാൻ എക്സിറ്റ് ഫീസോ ഈടാക്കില്ലെന്നും പൊതുമാപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതിനായി ICP അധികൃതർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് UAയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന് പ്രവേശന വിലക്കും ഉണ്ടായിരിക്കില്ല. മറ്റൊരു സാധുവായ വിസയിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും UAയിലേക്ക് മടങ്ങാം. ടൂറിസ്റ്റ് വിസകളും കാലഹരണപ്പെട്ട റെസിഡൻസി വിസകളും ഉൾപ്പെടെ എല്ലാത്തരം വിസകളും പൊതുമാപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. UAയിൽ ജനിച്ചവർക്ക് ആവശ്യമായ രേഖകളുമില്ലെങ്കിൽ അവർക്ക് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനും പദവി ശരിയാക്കാനും സാധിക്കും. സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിയവർക്കും പൊതുമാപ്പിനായി അപേക്ഷിക്കാം. പൊതുമാപ്പ് പ്രകാരം എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ 14 ദിവസത്തിനകം UAE വിടണമെന്ന നിബന്ധനയുണ്ട്. പൊതുമാപ്പ് പരിപാടി നിയമത്തോടുള്ള ബഹുമാനം, സഹിഷ്ണുത, അനുകമ്പ, സാമൂഹിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും UAE അറിയിച്ചു. വിസ താമസ നിയമലംഘകർക്ക് ലളിതവും എളുപ്പമുള്ളതുമായ നടപടിക്രമങ്ങളിലൂടെ അവരുടെ നില ശരിയാക്കാൻ ഇത് അവസരം നൽകുന്നു. അവകാശങ്ങൾ നേടിയെടുക്കാനും സുരക്ഷിതമായി പുറത്തു കടക്കാനും അല്ലെങ്കിൽ നിയമാനുസൃതമായി രാജ്യത്ത് ജീവിക്കാനും ജോലി ചെയ്യാനും ഇത് പ്രാപ്തരാക്കുന്നു എന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം കാരണം അടുത്തയാഴ്ച ആദ്യത്തിൽ ഒമാനിൽ മഴ ലഭിച്ചേക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂനമർദ്ദം ഒമാന് ഭീഷണിയില്ല. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ന്യൂനമർദ്ദം വടക്ക് കിഴക്കൻ അറബിക്കടലിൽ നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നാലെ അടുത്ത ആഴ്ചയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചേക്കും. നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ സാഹചര്യങ്ങളും അപകട സാധ്യതകളും വിലയിരുത്തി വരുന്നതായും എന്നാൽ അടുത്ത 4 ദിവസം ഒമാനിൽ പ്രതികൂല പ്രതിഫലനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും കാലാവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളുണ്ടായാൽ അറിയിക്കുമെന്നും CAA വ്യക്തമാക്കി. സ്വദേശികളും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെയും കുടുംബത്തെയും വിമാനമാർഗം ഒമാനിൽ നിന്നും UAയിലെത്തിച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമീപകാലത്ത് 4ാമത്തെ രക്ഷാദൗത്യമാണ് നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ നടത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് നിസ്വ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിയിലേക്കാണ് എത്തിച്ചത്.
അതേസമയം യാത്രക്കാർ തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവന് അപകടത്തിലാകാതിരിക്കാൻ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയും വേഗപരിധി പാലിക്കുകയും വേണമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം തെക്കൻ ഷെർക്യ ഗവർണർ ഓഫീസുമായി സഹകരിച്ചൊരുക്കിയ സൂർ മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ സമാപിച്ചു. നീന്തൽ മത്സരവും വള്ളം കളിയും ഉൾപ്പെടെ വിവിധ പരിപാടികൾ കടൽ കായിക ഉത്സവത്തിന്റെ ഭാഗമായി അവസാന ദിവസങ്ങളിൽ അരങ്ങേറി. സൂറിലെ പ്രധാന ബീച്ചുകളിലൊന്നായ മോഖ കടൽ തീരത്താണ് ഫെസ്റ്റിവൽ വേദി. 2024 അറബ് ടൂറിസം തലസ്ഥാനമായി സൂറിനെ തെരഞ്ഞെടുത്തതിന്റെ കൂടി ഭാഗമായാണ് മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ ഒരുക്കിയത്. ഒമാൻ സെയിലാണ് ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. വാരാന്ത്യ അവധി ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി പേർ മോഖ ബീച്ചിലും പരിസരങ്ങളിലും ഫിനിഷിംഗ് പോയിന്റുകളിലുമെല്ലാം എത്തിയിരുന്നു. കാണികൾക്കൊരുക്കിയ വ്യത്യസ്ത പരിപാടികൾ ഇവിടെ ശ്രദ്ധേയമായി. നീന്തൽ, സെയിലിംഗ്, എൽഖ ബോട്ട്, കൈറ്റ് സർഫിംഗ്, പരമ്പരാഗത വള്ളംകളി തുടങ്ങിയവ മത്സരങ്ങളിൽ ചിലതാണ്. ഭക്ഷ്യ സ്റ്റോളുകൾ, കരകൗശല പ്രദർശനം, ചെറുകിട ഇടത്തരം സംരംഭകരുടെ കൗണ്ടറുകൾ, വിനോദവേദികൾ തുടങ്ങിയവയും സന്ദർശകരെ ഫെസ്റ്റിവലിലേക്ക് ആകർഷിച്ചിരുന്നു. രാജ്യത്തെ വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ സജീവമായതിന് പിന്നാലെ രാജ്യത്ത് തുടരുന്ന അസ്ഥിര കാലാവസ്ഥയിൽ കുട്ടികൾക്ക് പകർച്ചവ്യാധി രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കാലാവസ്ഥ മാറുന്ന സമയമായതാണ് രോഗങ്ങൾക്ക് കാരണം. കാലാവസ്ഥയിലും പരിസ്ഥിതിയിലുമുള്ള മാറ്റം മൂലം കുട്ടികൾക്ക് എളുപ്പം രോഗം പിടിപെടും. കുടുംബങ്ങൾ നാട്ടിൽ അവധിക്കാലം കഴിഞ്ഞും മറ്റു ചിലർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത ശേഷവുമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് കാലാവസ്ഥയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാധിക്കില്ല. വിവിധ കാലാവസ്ഥകളിൽ അവർ കൂടുതൽ രോഗബാധിതരാകുന്നു. ഇന്ത്യൻ എംബസി പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായാണ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹർ വിലായത്തിൽ വെയർഹൌസിൽ വൻ തീപിടുത്തം. സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിനാണ് ചൊവ്വാഴ്ച രാത്രി തീപിടുത്തമുണ്ടായത്. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാത്തിന യൂണിറ്റ് അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏറെ സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വൻ നാശനഷ്ടവും കണക്കാക്കുന്നു. അതേസമയം തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം പുക നിറഞ്ഞിരുന്നു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വീണ്ടും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിപണിയിലെത്തുന്ന സാഹചര്യത്തിലാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അധികൃതരുടെ കർശനമായ മുന്നറിയിപ്പ്. പരിശോധനയും തുടരുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ രാജകീയ മുദ്രകൾ ഉപയോഗിക്കാൻ ലൈസൻസ് നേടണമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാം.